Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിന്റെ മറ്റൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. 20000 രൂപയ്ക്ക് താഴെ വരുന്ന ഇൻഫിനിക്സിന്റെ ഒരു 5G ഡിവൈസ് ആണ് ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5G. അപ്പോൾ ഈ അടുത്ത് ഇൻഫിനിക്സ് കുറച്ച് നാളുകൾക്ക് മുമ്പ് 0 സീരീസിൽ ഒരു 5G ഡിവൈസ് ഇറക്കിയിരുന്നു. ഡിമെൻസിറ്റി 900 ചിപ്പായിട്ട് ഒരു നല്ല ഡിവൈസ് ആയിരുന്നു. അതിന് അറൗണ്ട് 20,000 റുപ്പീസ് ആയിരുന്നു അന്ന് അതിൻ്റെ പ്രൈസ് വന്നത്. അപ്പോൾ ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ വീണ്ടും ഒരു 5G ഡിവൈസ് ആണ്. ഇതിനകത്ത് വരുന്നത് ഡിമെൻസിറ്റി 810 ഒക്ടോകോർ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഇൻഫിനിക്സ് അടുത്തിറക്കിയ ഒട്ടുമിക്ക ഫോൺസ് നല്ല കോമ്പറ്റീറ്റീവ് പ്രൈസ് സെഗ്മെന്റ് ആയിരുന്നു, AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ വന്ന ഡിവൈസസ് ആണ് ഇൻഫിനിക്സ് അടുത്തിറക്കിയത്. അപ്പോൾ ഇത്തവണയും അവർ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ പാർട്ട്ണർഷിപ്പിലാണ് ഇറക്കിയത്. അതായത് മാർവൽ സ്റ്റുഡിയോസിന്റെ പാർട്ട്ണർഷിപ്പിൽ ഇറക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അതിന്റെ ബോക്സ് പാക്കേജും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5G എന്നാണ് ഈ ഡിവൈസിന്റെ പേര്. ഇതിന്റെ വില നമുക്ക് ഇപ്പോൾ അറിയത്തില്ല, എങ്കിലും 15,000 to 20,000 രൂപയ്ക്ക് ഉള്ളിലായിരിക്കും മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് ഉള്ളൂ. അതായത് 15,000 to 20,000 പ്രൈസ് സെഗ്മെന്റിലായിരിക്കും. 15,000 താഴെ ഇപ്പോൾ തന്നെ ഇൻഫിനിക്സിന്റെ നോട്ട് 12 സീരീസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മേടിക്കാവുന്നത്. നല്ല സ്പെസിഫിക്കേഷൻ ഹാർഡ്വെയർ ഒക്കെ വരുന്നതാണ്. പക്ഷേ അത് 4G ഡിവൈസാണ്, ഇത് നമുക്ക് 5G ഡിവൈസാണ് കിട്ടുന്നത്. അപ്പോൾ ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5Gൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5Gൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ പാർട്ട്ണർഷിപ്പിൽ ഇറക്കിയതാണ്. ഡോക്ടർ സ്ട്രേഞ്ച് സീരീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയത് കാണാം. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. വേറെ ഒരു കളേഴ്സിൻ്റെ അവൈലബിൾ ആണ്. ഇത് 108 മെഗാ പിക്സൽ പ്രൈമറി സെൻസറാണ്, സാംസങ്ങിൻ്റെ സെൻസറാണ് വരുന്നത്. ഇവിടെ AI ട്രിപ്പിൾ ക്യാമറാസ് എഴുതി കാണാം. 108 മെഗാ പിക്സൽ സെൻസർ, പിന്നെ ഡിമെൻസിറ്റി 810 ഒക്ടോകോർ പ്രോസസ്സറാണ്, 6 നാനോമീറ്റർ ചിപ്പാണ് വരുന്നത്. അതേപോലെ നമുക്ക് ഹൈപ്പർ എഞ്ചിൻ 2.0 കൂടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് AMOLED ഡിസ്പ്ലേ ആണ്. അതായത് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. ട്രൂ കളർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 12 5G ബാൻഡ്സ് സപ്പോർട്ടഡ് ആണ്. നല്ലൊരു ഫീച്ചറാണ്, കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോൺസിനും 5G ബാൻഡ്സ് ലിമിറ്റഡ് ആണ്. ഇവിടെ നമുക്ക് 12 5G ബാൻഡ് സപ്പോർട്ടഡ് ആണ്. പിന്നെ 33 വാട്ട് സൂപ്പർ ചാർജ് ഇൻക്ലൂഡഡ് ആണ്. 5000 mAh ബാറ്ററി, 8GB റാം ആണ് വരുന്നത്. 5GB എക്സ്റ്റെൻഡബിൾ റാം ഫീച്ചറും കൂടി അവൈലബിൾ ആണ്. ഇത് രണ്ട് വേരിയന്റിലാണ് ആക്ച്വലി വരുന്നത്. ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5Gയും ഇൻഫിനിക്സ് നോട്ട് 12 5Gയും. ഇത് രണ്ടിലും ആകെ 2 ഡിഫറൻസേ ഉള്ളൂ. ഒരെണ്ണം ഇതിനകത്ത് 108 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ ഉണ്ട്, മറ്റേതിനകത്ത് 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ്. ആ ഒരു പ്രൈമറി ക്യാമറയിലെ ഡിഫറൻസ് ആണുള്ളത്. രണ്ടാമത്തെ ഡിഫറൻസ് പറഞ്ഞാൽ ഈ ഫോണ്, അതായത് പ്രോ വേരിയൻറ്റ് വരുന്നത് വെറും 8GB റാം മാത്രമേ ഉള്ളൂ. എന്നാൽ റെഗുലർ വേരിയൻറ്റ് അതായത് നോട്ട് 12 വരുന്നത് 6GB റാമാണ്. അപ്പോൾ ഈ 2 ഡിഫറൻസേ ഉള്ളൂ. പ്രൈമറി ക്യാമറയും റാമിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ സെയിം ആണ്. രണ്ടും തന്നെ ഡിമെൻസിറ്റി 810 ഒക്ടോകോർ പ്രോസസ്സറാണ് പവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5Gയും ഇൻഫിനിക്സ് നോട്ട് 12 5G ആണ് രണ്ട് ഡിവൈസസ്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറന്നിട്ട് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ഡിമെൻസിറ്റി 810 ഒക്ടോകോർ പ്രോസസ്സർ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ വീണ്ടും എഴുതിയിട്ടുണ്ട്. നോട്ട് 12 പ്രോ 5G എന്ന് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് ഡിവൈസിലേക്ക് വരാം. അതിനുമായിട്ട് ബോക്സിനകത്ത് വരുന്ന ഒരു USB Type-C ചാർജിങ് കേബിളാണ്. 33 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചാർജിങ് കേബിളാണ്. പിന്നെ ഒരു അഡാപ്റ്ററാണ് വരുന്നത്. അഡാപ്റ്ററിൻ്റെ വോൾട്ട് റേറ്റിംഗ് ഞാൻ പറഞ്ഞുതരാം. 10 വോൾട്ട് 3 ആംപിയർ, അതായത് 33 വാട്ടാണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ബോക്സിനകത്ത് തന്നെ 33 വാട്ട് ചാർജർ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു സിം ഇജക്റ്റർ പിന്നാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് മാർവൽ സീരീസിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഈ മൂവീസിൻ്റെ ഒരു ഫാനാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ ഇൻഫിനിക്സ് യൂസർ മാനുവലാണ് വരുന്നത്. ബേസിക് ഡിവൈസ് ആസ്പെക്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു വാറണ്ടി ഗൈഡാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു എന്താ പറയുക, ബാക്ക് കവറാണ്, കേസാണ് വരുന്നത്. ഇവിടെ കട്ട് ഉണ്ടല്ലേ, ക്യാമറയ്ക്കുള്ള കട്ടോടുകൂടിയ ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5G. അപ്പോൾ ഇതിൽ നമുക്ക് 1-2 കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് 5G ഡിവൈസാണ്. ഡിമെൻസിറ്റി 810 ഒക്ടോകോർ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസൈൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊന്ന് പീൽ ഓഫ് ചെയ്തേക്കാം.
അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾക്ക്, ഇതാണ് ബാക്ക് പാനൽ. ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇവിടെ ഒരു പാറ്റേൺ കാണാം നിങ്ങൾക്ക്. ഇവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇവിടെ നമുക്ക് വീണ്ടും ഒരു ഗ്ലോസി പാറ്റേൺ ആണ് വരുന്നത്. കുഴപ്പമില്ലാത്ത ഒരു സെറ്റപ്പാണ്. f1.75 അപ്പേച്ചറാണ്. ഒരു പ്രൈമറി 108 മെഗാ പിക്സൽ സെൻസറാണ്. ഇവിടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. ഇൻഫിനിക്സ് 5G എഴുതിയതും കാണാം. അപ്പോൾ നല്ലൊരു ഫിനിഷ് ഉണ്ട്. എന്താ പറയുക, ബാക്ക് പാനലിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഫിനിഷാണ്. ഇവിടെ സൈഡിൽ ഫിംഗർ പ്രിന്റ് സ്കാനറും പവർ ബട്ടണും ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഇവിടെ നമുക്ക് എന്താ പറയുക, പവർ വോളിയം റോക്കർ കീസ് ആണ് വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം ട്രേ ആണ് വരുന്നത്. നമുക്ക് സിം ട്രേ ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ ഇതാണ് സിം ട്രേ. നമുക്കവിടെ 2 SD കാർഡ്, രണ്ട് സിം കാർഡ് സ്ലോട്ടും ഉണ്ട്. അതേപോലെ ഒരു SD കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമുക്ക് 2 സിം കാർഡ് അതേപോലെ SD കാർഡും അറ്റ് ദ സെയിം ടൈം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ടോപ്പ് പാനലിൽ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. താഴെ നമുക്ക് USB Type-C പോർട്ട്, പിന്നെ അതേപോലെ 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഇതിനകത്ത് DTS സൗണ്ട് സിസ്റ്റമും ഇൻക്ലൂഡ് ആണ്. പിന്നെ ഫ്രണ്ട് പാനലിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ അല്ല. ഇൻഫാക്ട് ഇതൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് സെറ്റിംഗ്സ് പാനൽ എടുത്ത് കഴിഞ്ഞിട്ടില്ലേ, വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഇതാണ് ഡിസൈൻ ലാംഗ്വേജ്. അപ്പോൾ ഇതിനകത്ത് ഒരു പോരായ്മ എന്ന് പറയുന്നത് 15,000 to 20,000 സെഗ്മെന്റിൽ നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് വരുന്നുള്ളൂ. പഞ്ച് ഹോൾ സെൽഫി ക്യാമറ വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് ആക്ച്വലി. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഡ്രോപ്പ് നോച്ചേ ഉള്ളൂ, പഞ്ച് ഹോൾ സെൽഫി ക്യാമറ അല്ല. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് ആക്ച്വലി. നല്ലൊരു കളർ ഗാമറ്റോ അതേപോലെ വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ്. സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പക്ഷേ AMOLED പാനലേ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ബെസൽസ് ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം സ്ലിമ്മായ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ടച്ച് റെസ്പോൺസ് ഉണ്ട്. ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റ് അത്രയ്ക്ക് ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു അറ്റ്ലീസ്റ്റ് 90 Hz കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. സ്റ്റാൻഡേർഡ് 60 Hz ഇവിടെ വരുന്നുള്ളൂ. എങ്കിലും ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം കളേഴ്സും നല്ല വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഇൻക്ലൂഡഡ് ആണ്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് Android 12 ആണ്. നല്ലൊരു ഫീച്ചറാണ്. കാരണം ഇപ്പോഴും പല ഫോൺസും Android 11 ഇറങ്ങുന്ന ഫോൺസ് ഉണ്ട്. ഇവിടെ നമുക്ക് Android 12 ആണ് വരുന്നത്. അതേപോലെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കാണാം. 128 GB സ്റ്റോറേജും 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ നമുക്ക് 16 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഇവിടെ നമുക്ക് ഇൻഫിനിക്സിൻ്റെ XOS ആണ് വരുന്നത്. ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്ന ഒരു UI ആണ്. ഇവിടെ നമുക്ക് കണ്ടില്ലേ, എടുത്തു കഴിഞ്ഞാൽ AI അസിസ്റ്റൻ്റ് ഉണ്ട്, കിഡ്സ് മോഡ് ഉണ്ട്, പവർ മാരത്തോൺ ഉണ്ട്, XOS ലാബ് ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. അതേപോലെ പിന്നെ സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ടല്ലേ, മൾട്ടി ടർബോ, അതേപോലെ മെമ്മറി ഫ്യൂഷൻ, സോഷ്യൽ ടർബോ, ഗെയിം മോഡ്, എക്സ്പ്ലോർ മോഡ്, വീഡിയോ അസിസ്റ്റൻ്റ്, അങ്ങനെ ആക്ഷൻസ് ആൻഡ് ജസ്റ്റേഴ്സ് ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണൽ വരുന്ന ഒരു UI ആണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ട് ഇതിൽ. ഹൈ ബ്രൗസർ, ഹൈ ട്രാൻസ്ലേറ്റ്, അതേപോലെ നമുക്ക് വേറെ ആപ്സ് എന്താ വി ലൈഫ്, വെദർ, എക്സ് ക്ലബ്, എക്സ് മിനി, എക്സ് അരീന, വി സോൺ, വിഷ പ്ലെയർ, അങ്ങനെ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇത് ഒരുപാട് കാലങ്ങളായി നമ്മൾ ഇൻഫിനിക്സിന് ഫീഡ്ബാക്ക് കൊടുക്കുന്നു ഇത്രയും ആപ്സ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യരുത് എന്നുള്ളത്. എങ്കിലും ഇപ്പോഴും ആ ഒരു ചേഞ്ച് ഇവിടെ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ബാക്കി കുറേ ഗെയിംസൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്, അത് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. എങ്കിലും കുറേ ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ കാൾ കെയർ എന്ന് പറഞ്ഞത് ഇവരുടെ ഒരു സർവീസ് നെറ്റ്വർക്കാണ്. അറൗണ്ട് 1000+ സർവീസ് നെറ്റ്വർക്ക്സ് ഉണ്ട് എന്താ പറയുക ഇന്ത്യയിൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇൻഫിനിക്സ് കുറച്ചും കൂടെ ഇത് പറയുന്നത്, ഇംപ്രൂവ്ഡ് ആയിട്ട് പറയുന്നത്. കാരണം ഓൾ ഓവർ ഇന്ത്യ അവർക്ക് സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. ഇതൊരു അവരുടെ പുതിയൊരു ആപ്പാണ് കാൾ കെയർ സർവീസസ് എന്നുള്ളത്. അപ്പോൾ അതും ഇതിലൂടെ പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ കുറേ അധികം അഡീഷണൽ ആപ്സും പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സിൻ്റെ കാര്യം ഡെഫിനറ്റ്ലി കുറയ്ക്കേണ്ട ഒരു കാര്യമാണ്. അത് പ്രോബ്ലി അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഐറ്ററേഷനിലെങ്കിലും ഇൻഫിനിക്സ് നോക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ Android 12 കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്യാമറയിലോട്ട് പോകാം. ഇവിടെ നമുക്കൊരു പ്രൈമറി 108 മെഗാ പിക്സൽ ക്യാമറയും ഒരു മാക്രോ ക്യാമറയും അതേപോലെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് AI ക്യാം എന്ന് എഴുതിയത് കാണാം. പിന്നെ 108 മെഗാ പിക്സൽ മോഡ് ഇൻക്ലൂഡഡ് ആണ്. വീഡിയോ മോഡ്, ഷോർട്ട് വീഡിയോ, ബ്യൂട്ടി, പോർട്രേറ്റ്സ്. ഇവിടെ താഴെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ AR ഷോർട്ട്, സ്ലോ മോഷൻ, ഡോക്യുമെൻറ്റ്, മാക്രോ മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കിവിടെ 2K റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട്. 1080p 2K റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട്. ടിപ്പിക്കൽ
എന്താ പറയുക ഇൻഫിനിക്സ് ഫോൺസിലെല്ലാം തന്നെ ഈ പ്രൈസ് സെഗ്മെൻറ്റിലുള്ള ഇൻഫിനിക്സ് ഫോൺസിലെല്ലാം തന്നെ 2K റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കണ്ടേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഡീറ്റെയിൽഡ് ആയി ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഇനീഷ്യൽ ഇംപ്രഷൻസ് എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് 33 വാട്ട് ചാർജിംഗ് ആണ് വരുന്നത്. നമുക്ക് ചാർജിങ് ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. സാധാരണ ഇൻഫിനിക്സിൻ്റെ ഈ ഫോൺസൊക്കെ ഒരു എന്താ പറയുക നമുക്കൊരു 1.5 മണിക്കൂറാണ് സാധാരണ എടുക്കാറ് 33 വാട്ട് ചാർജിങ്ങിൽ. അപ്പോൾ ഇത് എത്ര എടുക്കും എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും നമുക്ക് 33 വാട്ട് ചാർജിങ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ചാർജറും ബണ്ടിൽഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5Gൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ്. അപ്പോൾ ഇതിൽ നല്ല ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ ഡിമെൻസിറ്റി 810 ഒക്ടോകോർ പ്രോസസ്സർ, നല്ലൊരു പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ എക്സ്പീരിയൻസും അതേപോലെ 12 5G ബാൻഡ് സപ്പോർട്ട് ഉണ്ട്. AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. Android 12 ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ എക്സ്പീരിയൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ലുക്സിൻ്റെ കാര്യത്തിലാണ് എനിക്ക് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. നല്ലൊരു ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ട് പറയാം. പിന്നെ ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറയാവുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ചേ ഉള്ളൂ എന്നുള്ളതാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. പിന്നെ സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റേ ഉള്ളൂ, ഹയർ റിഫ്രഷ് റേറ്റ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് നമ്മുടെ ഇംപ്രഷൻസിൽ പറയാവുന്ന ആസ്പെക്ട്സ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 15,000 to 20,000 എന്ന് മാത്രമേ കമ്പനി പറഞ്ഞുള്ളൂ. പ്രോബബ്ലി ഒരു 16,000 ആയിരിക്കാനാണ് ചാൻസ്, 16,000 to 17,000 ആയിരിക്കാനാണ് ചാൻസ്. എങ്കിലും ഡീറ്റെയിൽ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ പ്രൈസിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5Gൻ്റെ അൺബോക്സിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.